ഏകദേശം 3 കൊല്ലമായി ഞാൻ ഈ ഒരു ഐഫോൺ 12 യൂസ് ചെയ്യുന്നത്. സോ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ബ്രോ ഞാൻ പുതിയൊരു ഐഫോൺ മേടിക്കാനായിട്ട് പോകുവാണ്, അപ്പോൾ ഞാൻ ഐഫോണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഐഫോണിൽ ഏറ്റവും ആദ്യം ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. 2023 ഐഫോൺ 12 ഒക്കെ നിങ്ങൾക്ക് ഏകദേശം 30-35 രൂപയ്ക്ക് വരെയും കിട്ടുന്നുണ്ട് ഓഫർ ടൈമിലൊക്കെ. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ടാഗിൽ ടാഗ് ചെയ്ത് വെക്കാൻ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഐഫോണിലേക്ക് മാറിയവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ്ലി നിങ്ങളൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഐഫോണിലേക്ക് മാറിയവരാണെങ്കിൽ, അല്ല ഇനി നിങ്ങളൊരു ഐഫോൺ എടുക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേണ്ട 10 കാര്യങ്ങളാണ്. സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ ഐഫോണിൽ ചെയ്തു വെക്കേണ്ട കാര്യം തൊട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം വരെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങളൊരു ഐഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആപ്പിൾ ID സെറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണോ ജിമെയിൽ വഴി ലോഗിൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ സ്മാർട്ട് ഫോൺസിൽ ആപ്പിൾ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആപ്പിൾ ID എന്ന് പറയുന്നത് ജിമെയിൽ പോലെയല്ല. ആപ്പിളിൻ്റെ ഏതൊരു സർവീസ് ഉപയോഗിക്കാനും ഈ ഒരു ആപ്പിൾ ID വേണ്ടി വരും. ആൻഡ് ഈ ഒരു ആപ്പിൾ ID സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാസ്വേഡ് മറന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അലക്ഷ്യമായിട്ട് എന്തെങ്കിലും പാസ്വേഡ് കൊടുത്തിട്ട് പിന്നീട് മറന്നൊക്കെ പോവുകയാണെങ്കിൽ ഇത് റീസെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വലിയ പാടാണ്. എന്ന് മാത്രമല്ല നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചിലപ്പോൾ തെറ്റായ പാസ്വേഡുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലോക്കായി പോയി അൺലോക്ക് വരെ ആക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആപ്പിൾ ID സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പാസ്വേഡും ആപ്പിൾ IDയും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പിൾ ID ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട കാര്യമാണ് ഫൈൻഡ് മൈ ആപ്ലിക്കേഷൻ. സോ ആൻഡ്രോയിഡുകളിൽ എങ്ങനെയാണ് ഫൈൻഡ് മൈ ഡിവൈസ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐഫോണുകളിലും ഫൈൻഡ് മൈ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇതിനകത്ത് പോയിട്ട് ഫൈൻഡ് മൈയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഐഫോൺ കളഞ്ഞു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്തിന്? നിങ്ങളുടെ ഐഫോൺ ഓഫ് ആണെങ്കിൽ പോലും ഇപ്പോൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു ഫൈൻഡ് മൈയുടെ അകത്ത് നിന്ന്. പിന്നീട് നിങ്ങളൊരു ആപ്പിൾ വാച്ചോ എയർപോഡ്സോ മാക് ബുക്കോ എല്ലാം മേടിക്കുവാണെങ്കിൽ പോലും ഈ ഒരു ഫൈൻഡ് മൈ ആപ്ലിക്കേഷനിലൂടെ കൃത്യമായിട്ട് ഓരോ ഡിവൈസുകളും എവിടെയാണ്, അതിലിപ്പോൾ എത്രയാണ് ചാർജ് ഉള്ളത്, അത് ആരെങ്കിലും കട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമോട്ടായിട്ട് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഈ ഒരു ഫൈൻഡ് മൈ ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. 8ാമത്തെ കാര്യം, നിങ്ങൾക്കറിയാമോ നിങ്ങളൊരു ഐഫോൺ മേടിക്കുന്ന സമയത്ത് നിങ്ങളൊരു ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് iCloudൽ 5 GB സ്റ്റോറേജ് തരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ ബൈ ഡീഫോൾട്ട് ഈ ഒരു iCloudലേക്ക് നിങ്ങളുടെ ഗാലറി അല്ലെങ്കിൽ ഫോട്ടോസ് ആപ്ലിക്കേഷനിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ബാക്കപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിച്ച് ഏകദേശം ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വരും, നിങ്ങളുടെ iCloudൽ സ്പേസ് ഫുള്ളാണ്, കാശ് കൊടുത്ത് നിങ്ങൾ iCloudൽ കൂടുതൽ സ്പേസ് മേടിക്കൂ എന്നുള്ളത്. 5 GB എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നും ആവില്ല. നിങ്ങൾക്കൊരു കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസ് ആകുമ്പോൾ തന്നെ ആ ഒരു 5 GB ഫില്ലാവും. അതിലും ഭേദം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബാക്കപ്പ് ഓഫാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, iCloudൽ പോവുക, ഫോട്ടോസിൽ പോവുക, അവിടെ ബാക്കപ്പ് ഓഫാക്കി ഇടുക. 7ാമത്തത്, നിങ്ങൾ ഏതൊരു ഐഫോൺ യൂസറിനോട് ചോദിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഐഫോൺ ഉപയോഗിച്ച് ഹായ്ഡാ ഞാൻ പുതിയൊരു ഐഫോൺ മേടിച്ചു എന്നൊക്കെ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഐഫോണിലെ ഓട്ടോ കറക്റ്റ് ഭയങ്കര ദുരന്തമാണ്. ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ അത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അവിടെ വരുത്തുന്നത്. സോ ഈ ഒരു ഓട്ടോ കറക്റ്റ് കാരണം നമ്മൾ പലപ്പോഴും മംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് സെൻഡ് ആവും. സോ ഇത് നിങ്ങൾക്ക് ഓഫാക്കി വെക്കാവുന്നതാണ്. ജസ്റ്റ് സെറ്റിംഗ്സിൽ ജനറലിൽ പോവുക, അവിടെ കീബോർഡ് സെക്ഷനിൽ പോയിട്ട് ഓട്ടോ കറക്റ്റ് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തലവേദന മാറും. നിങ്ങൾക്ക് ഗൂഗിൾ കീബോർഡ് വേണമെങ്കിൽ ഗൂഗിൾ കീബോർഡ് വേറെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. 6ാമത്തെ കാര്യം, ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് ഐഫോണിൽ ഇപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ബാറിൽ സ്ലൈഡ് ചെയ്യും. ആ ഒരു ബ്രൈറ്റ്നസ് സ്ലൈഡിൻ്റെ സൈഡിലുള്ള A എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുമ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആവുന്നു. അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആക്കാവുന്നതാണ്. പക്ഷേ ഐഫോണിൽ നിങ്ങൾ ഓട്ടോ ബ്രൈറ്റ്നസ് തപ്പിയാൽ കിട്ടില്ല. നിങ്ങൾ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ സെക്ഷനിൽ പോയി നോക്കിക്കോളൂ, അവിടെ എങ്ങും ഉണ്ടാവില്ല. ബ്രൈറ്റ്നസ് സ്ലൈഡറിൻ്റെ അവിടെ പോയി നോക്കിക്കോളൂ, അവിടെയും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഐഫോൺ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആക്സസിബിലിറ്റിയുടെ ഉള്ളിലാണ്. സോ നിങ്ങൾ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിൽ പോവുക, അവിടെ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്തേക്ക് പോവുക, അവിടെ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് കാണുന്നത്. സോ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആക്കി ഇടുക. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും പെട്ടെന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഐഫോണിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈബ്രേഷൻ ഫീഡ്ബാക്ക് ലഭിക്കാറില്ല. സോ ഈ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് നമ്മുടെ iOS 15 വരെ ഒന്നും ഉണ്ടായില്ല. iOS 16 ആയപ്പോഴേക്കും അത് കൊണ്ടുവന്നു. പക്ഷേ അത് ഓൺ ആക്കണം. സോ ഇതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൽ പോവുക. അവിടെ കീബോർഡ് ഫീഡ്ബാക്കിൽ നിങ്ങൾക്ക് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ വൈബ്രേഷൻ ഓൺ ആക്കി ഇടാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു
ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ലഭിക്കും. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഐഫോൺ എന്ന് പറയുന്നത് ഒരു 5G സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും 5G റോൾ ഔട്ട് ആയിട്ടുണ്ട്. എന്നാൽ പോലും 5G അത്ര കൃത്യമായിട്ട് പല സ്ഥലത്തും ലഭിക്കുന്നില്ല. ചില സ്ഥലത്ത് നല്ല സിഗ്നലായിരിക്കും, ചില സ്ഥലത്ത് മോശം സിഗ്നലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 5G യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, നിങ്ങളുടെ ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവുന്നുണ്ടാവും. സോ സിമ്പിളായിട്ട് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ അയക്കാൻ വേണ്ടി നമുക്ക് 5Gയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം 5Gയും നോർമൽ യൂസിന് 4Gയുമായിട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ 5G ഓട്ടോയിലിടണം. അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ മൊബൈൽ ഡാറ്റ ഓപ്ഷൻസിൽ പോവുക. അവിടെ വോയിസ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾ 5G ഓട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള സിം അല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഇനി ആപ്പിൾ ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ പ്രൈവസീനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിന്. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആപ്പിൾ നിങ്ങളുടെ ഡേറ്റ എടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഡേറ്റ എങ്ങനെ നമ്മൾക്ക് എടുക്കാതിരിക്കാനായിട്ട് പറ്റും? അതിനായിട്ട് നിങ്ങൾ നേരെ സെറ്റിംഗ്സിൽ പ്രൈവസിയിൽ പോവുക. അവിടെ നിങ്ങൾക്ക് താഴെ അനലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്നൊരു സെക്ഷൻ കാണും. ഈ ഒരു അനലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പല ഡേറ്റയും ആപ്പിളുമായിട്ട് ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ കൺസെന്റ് കൊടുത്തിരിക്കുന്നതായിട്ട്. സോ ഇതെല്ലാം നിങ്ങൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഡേറ്റ ആപ്പിളിലേക്ക് പോകില്ല. ഒരു ഐഫോൺ യൂസറെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഐഫോണിൽ ചാർജ് നിൽക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ഐഫോൺ 11 അല്ലെങ്കിൽ 10 ആ ഒരു ഓൾഡർ ജനറേഷൻ ഐഫോൺസിലൊക്കെയാണ് നിങ്ങളെങ്കിൽ, 12 ആണെങ്കിൽ പോലും ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കുറവായിട്ട് തോന്നും. ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കുറയാനുള്ള പ്രധാന ഉത്തരവാദി ആരാണെന്നറിയും? നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി സേവ് ആവും എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഫോൺ പോലത്തെ പല കാര്യങ്ങളും വർക്ക് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സെറ്റിംഗ്സിൽ നിങ്ങൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ പോവുക. അവിടെ ലൊക്കേഷൻ സർവീസസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് സിസ്റ്റം സർവീസസ് കാണും. ഈ ഒരു സിസ്റ്റം സർവീസസിൻ്റെ അകത്ത് എല്ലാം ഓണായി കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം ലൊക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആവശ്യമുള്ളത് മാത്രം ഓണാക്കിയാൽ മതി. പ്രത്യേകിച്ചും ഫൈൻഡ് മൈ ഫോൺ ഓണാക്കി ഇടുക. പിന്നെ കോമ്പസ് കാലിബ്രേഷൻ എന്നൊരു കാര്യമുണ്ട്, അത് ഓണാക്കി ഇടുക. എന്നാൽ മാത്രമേ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ തിരിയുന്ന സമയത്ത് നമ്മുടെ ഡയറക്ഷൻ ഏതാണ് എന്ന് കാണിക്കുകയുള്ളൂ. അത് ഓണാക്കി ഇടുക. പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ നെറ്റ്വർക്ക് സെർച്ച് ഓണാക്കി ഇടുക. പിന്നെ അതുപോലെ നിങ്ങൾ അവിടെ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അവിടെ ഓണാക്കി ഇടുക. പിന്നെ ഏറ്റവും താഴെ സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസ് എന്ന് കാണും. ഈ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ വൈസ് ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത്. അത് നിങ്ങൾ ഓഫാക്കി ഇടുക. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഐഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള സെറ്റിംഗ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ആണ്. നിങ്ങൾ സെറ്റിംഗ്സിൽ ജനറലിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻസും കാണും. ഇതിൽ നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റയും വൈഫൈയും ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യണം എന്നുള്ള ആപ്ലിക്കേഷനുകളിൽ മാത്രം ഇത് ഓണാക്കി ഇടുക. ഉദാഹരണത്തിന് വാട്സാപ്പിന് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ വേണം, അതേപോലെ ഫേസ്ബുക്കിന് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ വേണം, ടെലഗ്രാമിന് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ വേണം. അല്ലാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷന് ബാക്ക്ഗ്രൗണ്ട് നെറ്റ് വേണ്ട ആവശ്യമില്ല, വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷന് ബാക്ക്ഗ്രൗണ്ട് നെറ്റ് വേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഓഫ് ആക്കി ഇടാവുന്നതാണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഐഫോൺ എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൻ്റെ പുറകിലെ കഥ എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇവിടെയുണ്ട്. ആൻഡ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾക്കിനി ആ ഒരു വീഡിയോയിൽ കാണാം.